വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചത്. ട്രംപിന്റെ വലത് കൈ എന്ന് പറയാവുന്ന അമേരിക്കയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് യുഎസിന്റെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ്. ഈ സ്കോട്ട് ബെസന്റ് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓരോ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇയാൾ പറയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സമാധാനപരമായ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, അതായത് അമേരിക്ക വിചാരിക്കുന്നത് പോലെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മേൽ വീണ്ടും അധിക താരിഫ് ചുമത്തുന്നതിനെ കുറിച്ച് അമേരിക്ക ആലോചിക്കും, അല്ലെങ്കിൽ ചുമത്തും എന്ന് തന്നെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. താരിഫോ ഉപരോധമോ ചുമത്തുമെന്നാണ് ഇയാൾ പറയുന്നത്. അതോടൊപ്പം യൂറോപ്യൻ യൂണിയനോട് ഇയാൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ അമേരിക്കൻ ഉപരോധങ്ങളോടും താരിഫുകളോടും യോജിച്ച് പ്രവർത്തിക്കാൻ. അതായത് അമേരിക്ക ഇപ്പൊ ഇന്ത്യയുടെ മേൽ ഇപ്പൊ 50% എന്ന് പറയുന്നില്ലേ, അത് 100% ആക്കുകയാണെന്ന് വെക്കുക. യൂറോപ്പും അതുപോലെ ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തണം എന്ന് ആഹ്വാനം ചെയ്യുക കൂടി ചെയ്യാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വളരെ അടുത്ത ആളും അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളുമാണ്. അയാൾ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ച പാളിപ്പോയാൽ ഇന്ത്യയുടെ മേൽ താരിഫ്. ഈ വാർത്ത കാണുന്ന ഓരോ ഇന്ത്യക്കാരനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചേട്ടാ നമ്മുടെ മേൽ എന്തിന് താരിഫ്? ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ഒരു ദൃഢനിശ്ചയം എടുക്കേണ്ടത്. ഒരിക്കലും ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ആരുമായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരനുമായിക്കോട്ടെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഒരു കാലത്തും വിശ്വസിക്കുകയോ ആ രാജ്യത്തോടും ആ രാജ്യത്തിന്റെ ഭരണകൂടത്തോടും ഒരു തരത്തിലുള്ള അടുപ്പമോ മമതയോ ആത്മാർത്ഥമായ ഒരു സൗഹൃദമോ ഇന്ത്യയോ ഇന്ത്യക്കാരോ കാണിക്കാൻ പാടില്ല. അവരിങ്ങോട്ട് കാണിക്കുന്ന അതേ ചതിപ്രയോഗം തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ചിരിച്ചു കാണിക്കുക, കഴിയാവുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുക, അത്ര തന്നെ ഉള്ളൂ. അതിനപ്പുറം ഒരു കാലത്തും ഇന്ത്യ അടുക്കാൻ പാടില്ലാത്ത രാജ്യമാണ്. ഒരുപക്ഷെ ചൈനയേക്കാൾ നമ്മൾ ഇന്ത്യക്കാർ വളരെയധികം വെറുക്കേണ്ട രാജ്യമായിട്ട് അമേരിക്ക ഇതോടെ ഈ ഒരൊറ്റ സംഭവത്തോടെ മാറിയിരിക്കുകയാണ്. ചൈന നമ്മുടെ ശത്രു രാജ്യമാണെന്ന് നമുക്കറിയാം. ചൈനയും നമ്മളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണെന്ന് നമുക്കറിയാം. നമ്മളും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളും അമേരിക്കയും തമ്മിൽ അതിർത്തി തർക്കമുണ്ടോ? നമ്മളും അമേരിക്കയും തമ്മിൽ വ്യാപാര മത്സരമോ യുദ്ധമോ നടന്നോ? നമ്മളും അമേരിക്കയും തമ്മിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് മത്സരിക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സം ഉണ്ടാക്കുന്ന നിലയിൽ ഇന്ത്യ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്തിന് നേരെ അമേരിക്കയും അല്ലെങ്കിൽ സായിപ്പന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന നിഴൽ യുദ്ധമുണ്ടല്ലോ, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. എന്തിനാണ് ഈ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് യുഎസും റഷ്യയും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തുമെന്ന് പറയുന്നത്? എന്ത് ന്യായമാണ് അയാൾ പറയുന്നതിലുള്ളത്? അമേരിക്കയിലെ തന്നെ മാധ്യമങ്ങൾ അയാളോട് നേരിട്ട് ചോദിച്ചപ്പോൾ ന്യായമായും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരം പോലും പറയാൻ അയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലെ മാധ്യമങ്ങൾ ഇയാളോട് ചോദിച്ചു, അല്ല ഇന്ത്യ രണ്ടാമതല്ലേ ഉള്ളൂ, റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ചൈനയുടെ മേൽ താരിഫ് ഏർപ്പെടുത്താത്തത്? അത് എല്ലാം ട്രംപിന്റെ പരിഗണനയിലുണ്ട്, എല്ലാം ടേബിളിലുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അയാൾ ചെയ്തത്. ഇവിടെ എന്താണെന്നറിയാമോ അമേരിക്ക ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇന്ത്യയെ ബലിയാടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇന്ത്യ റഷ്യയുടെ മേൽ പ്രഷർ ചെലുത്തണം. ഇന്ത്യ പുടിനോട് പറയണം, നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ എണ്ണ വാങ്ങുന്നത് നിർത്തേണ്ടി വരും, നമ്മുടെ എക്കണോമിയെ ബാധിക്കും. അതായത് നമ്മളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം, ആ ഒരു റിലേഷൻ, ആ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനെ വകവയ്ക്കാതെ നമ്മുടെ മേൽ ഒരു പ്രഷർ ചെലുത്തിക്കൊണ്ട് നമ്മൾ ഭാഗമല്ലാത്തൊരു യുദ്ധം നമ്മൾ നിർത്തണമെന്നാണ് അമേരിക്ക പറയുന്നത്. ഈ യുദ്ധം തുടങ്ങിയത് അമേരിക്ക, ഈ യുദ്ധം നടത്തുന്നത് റഷ്യയും അമേരിക്കയും യുക്രൈനും യൂറോപ്പും ഒക്കെ തമ്മിൽ. ഇങ്ങ് ഏഷ്യയിലെ ഒരു കോണിൽ കിടക്കുന്ന നമുക്കെന്താണ് ഇതിൽ കാര്യം? നമ്മൾ ഈ യുദ്ധത്തിൽ ആരെയും സഹായിക്കാൻ പോയിട്ടില്ല, ആർക്കും വക്കാലത്ത് പറയാൻ പോയിട്ടില്ല. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതാണ് ഇവർക്ക് പ്രശ്നമെങ്കിൽ ചൈന റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നില്ലേ? യൂറോപ്പ് റഷ്യയിൽ നിന്ന് ഗ്യാസും അല്ലെങ്കിൽ മറ്റു പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങുന്നില്ലേ? അമേരിക്ക യുറേനിയം വാങ്ങുന്നില്ലേ? അല്ലെങ്കിൽ അതുപോലെയുള്ള റെയർ എർത്ത് എലമെന്റ്സ്, മിനറൽസ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ലേ? ഇവർക്കൊക്കെ ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയണം പുടിനോട്,
നമ്മൾ പറഞ്ഞാൽ റഷ്യ കേൾക്കുമെന്ന് അമേരിക്ക കരുതുന്നു. അതിന് നമ്മുടെ മേൽ പ്രഷർ ചെലുത്തുന്നു. ഇതുപോലൊരു കൊടും ചതി ഇന്ത്യ ഒരിക്കലും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു നൂറ്റാണ്ടെടുത്താൽ പോലും പഴയപടിയാകാത്ത വിധത്തിൽ അകന്നു പോകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക റഷ്യ ചർച്ച പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ മേൽ അധിക തീരുവ ഏർപ്പെടുത്തുമെങ്കിൽ അമേരിക്ക ഏർപ്പെടുത്തട്ടെ. അമേരിക്ക 75% 100% തീരുവ ഏർപ്പെടുത്തട്ടെ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്യട്ടെ. പക്ഷെ ഇന്ത്യക്കാരായ നമ്മൾ ഇത് മറക്കരുത്. ഈ ചതിയന്മാരെ നമ്മൾ ഇനി ഒരിക്കലും മറക്കരുത്. 1971 യുദ്ധത്തിൽ ഇവർ നമ്മളെ ചതിച്ചവരാണ്. അതിനുശേഷം പലപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങൾക്ക് പുറകിലും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കൈയുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ അക്കാലത്ത് തന്നെ നിലനിന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാര്യം മുതൽ ഹോമി ജെ ഭാഭയുടെ കാര്യത്തിലായിക്കോട്ടെ, ഖാലിസ്ഥാനികളുടെ ഉദയവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയ പല അനിഷ്ട സംഭവങ്ങൾക്ക് പുറകിലും അമേരിക്കയുടെ കറുത്ത കരങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്ന നിരവധി തിയറികളുണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ US-ഉമായിട്ടൊരു ഹെൽത്തി റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് US-ഉമായി നമ്മൾ സഹകരിച്ചു. പക്ഷേ ട്രംപിന്റെ ഈ ഒരു ഭരണകൂടം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വഞ്ചകന്മാരാണ് സായിപ്പന്മാർ. അവരേത് രൂപത്തിൽ വന്നാലും ആട്ടി ഓടിക്കപ്പെടേണ്ടവരാണ്. എന്തുകൊണ്ടാണ് ഉത്തര കൊറിയ ഇവരെ അടുപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ചൈന ഇവരെ അടുപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ലോകത്തെ ഒരു വലിയ വിഭാഗം ജനത ഇവരെ വെറുക്കുന്നത്? ഇവർ വെറുക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ഒറ്റ ചോദ്യമേ നമുക്കുള്ളൂ ഇന്ത്യക്കാർക്ക്, ഇവരെന്തിനാണ് ഇന്ത്യ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിവില്ലെങ്കിൽ, ട്രംപിന് നട്ടല്ലില്ലെങ്കിൽ, അമേരിക്കൻ ഭരണകൂടം അത്രയും ദുർബലമാണെങ്കിൽ അതങ്ങ് ലോകത്തിന് മുന്നിൽ തുറന്ന് സമ്മതിച്ച് ഈ ഞങ്ങൾ വലിയ പോലീസാണെന്ന പട്ടം അഴിച്ചു വെച്ച് എവിടെയെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചിരിക്കണം. ഇത് അമേരിക്കയ്ക്ക് മേനി നടിക്കാൻ ഇന്ത്യയെ ബലിയാടാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ തീർത്തു കൊടുക്കണം അവരുടെ യുദ്ധം. റഷ്യ യുക്രൈൻ യുദ്ധം ഇന്ത്യ ഇടപെട്ട് തീർത്തു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മേൽ താരിഫ് ഭീഷണി മുടക്കുകയാണ് ട്രംപ്. ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊടുക്കാൻ പോകുന്നു എന്ന്. ഇന്ന് ട്രംപും പുടിനും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ ഒത്തുതീർപ്പായാൽ അവർക്ക് കൊള്ളാം. ഇനി ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇന്ത്യ എന്തായാലും പോകുന്നില്ല ഒത്തുതീർപ്പുണ്ടാക്കാൻ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യ എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ഈ ഒരു ചർച്ച ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഈ US-ന്റെ ട്രഷറി സെക്രട്ടറി നടത്തിയിരിക്കുന്ന ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ സകല നിലപാടുകളെയും മാറ്റിക്കളയും. ചിലപ്പോ അയാൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ത്യയും റഷ്യയും സമീപകാലത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ പരിശോധിക്കുമ്പോൾ അമേരിക്ക കൂട്ടിയാൽ കൂടുന്നതല്ല ഈ പ്രശ്നം. അമേരിക്കയുടെ ഈ ധാർഷ്ട്യം ഇക്കാലത്ത് വിലപ്പോവില്ല. സ്കോട്ട് ബെസൻ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ട് നാളെ സഹകരിച്ചേക്കാം, ഉറപ്പായും സഹകരിച്ചേക്കാം. ട്രംപിനെ കണ്ടേക്കാം മോദി, ഷേക്ക് ഹാൻഡ് കൊടുത്തേക്കാം, ഹഗ് ചെയ്തേക്കാം, നോക്കി ചിരിച്ചേക്കാം. പക്ഷെ ഇന്ത്യക്കാരന്റെ മനസ്സിൽ ഇതെന്നും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഭരണാധികാരിയുടെ മനസ്സിലും ഇതുണ്ടാവും. നമ്മൾ ഇത് മറക്കാൻ പോകുന്നില്ല ട്രംപേ. ഈ രാജ്യത്തെ ജനങ്ങൾ ഇത് മറക്കാൻ പോകുന്നില്ല. നമ്മൾ ചൈനയോട് ക്ഷമിച്ചാലും നിങ്ങളോട് ക്ഷമിക്കില്ല. അതിന് കാരണമുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ പറയാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ചില കാരണങ്ങളുണ്ട്. അതിർത്തി തർക്കങ്ങളുണ്ട്, ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. സമാധാനത്തിൽ സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വലിച്ചെറിയാനായിട്ട് അമേരിക്ക ശ്രമിച്ചത്. ഇതിന് അമേരിക്കയും ട്രംപും ഉറപ്പായും അനുഭവിക്കും. വലിയ വില തന്നെ അവരിതിന് കൊടുക്കേണ്ടി വരും. അവരൊരു പക്ഷെ നമ്മളെക്കാൾ സാമ്പത്തികമായി വലിയ ശക്തിയായിരിക്കാം, സൈനികമായി വലിയ ശക്തിയായിരിക്കാം. പക്ഷെ ഈ ചെയ്യുന്നതിന് അമേരിക്ക ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. അമേരിക്കയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റുന്ന ദിവസം അതിനി ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലാണിത്. അതായത് മനുഷ്യന് ദോഷ സമയം വരുമ്പോൾ, മോശ സമയം വരുമ്പോൾ അവൻ ഇങ്ങനെ പല അബദ്ധങ്ങളും തോന്നും. അതാണ് അമേരിക്കൻ ഭരണകൂടത്തിന് ഇപ്പോൾ തോന്നുന്നത്. പല തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. ആ തെറ്റുകൾ ചെയ്ത് 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 അതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തുമ്പോൾ എല്ലാം കൂടെ ചേർന്നൊരു പണി, 20 പണി അങ്ങ് കിട്ടും. അത് ഒടുക്കത്തെ പണിയായിരിക്കും. ഇത് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സത്യത്തിൽ ഇനി നമ്മുടെ മനസ്സിൽ നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ്. കാരണം ഇങ്ങനെ ഒരു ഭീഷണി നമ്മുടെ നേരെ ഉയർത്തിയ ഒരു രാജ്യം ഒരിക്കലും നമ്മുടെ സുഹൃത്തല്ല. നമുക്ക് അഭിനയിക്കാം ഇനി സുഹൃത്തായിട്ട്, അത്രേ ഉള്ളൂ. ഈ രാജ്യത്തിനെ ഇനി കുടിച്ച വെള്ളത്തിൽ ഇന്ത്യക്കാരെ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുകയുമില്ല.
ഇമാതിരി ചതിയന്മാരുമായിട്ട് കൂട്ടുകൂടുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് പാകിസ്ഥാനും ചൈനയും എന്നൊക്കെ എനിക്ക് തോന്നിപ്പോവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.